ചോദ്യം 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? ഉത്തരം ഗൗരി പാർവതി ഭായി. ചോദ്യം 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? ഉത്തരം റാം മോഹൻ റായ്. ചോദ്യം കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണ്? ഉത്തരം കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ചോദ്യം നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏവ? നമുക്കിവിടെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായവ ഒന്നാമത്തെയും രണ്ടാമത്തെയാണ്. അതായത് ഒന്നാമത്തെ, പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധിജി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ, ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച്, അതായത് മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ, ഇത് സബർമതിയിൽ നിന്ന് ഗുജറാത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക്. ചോദ്യം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഉത്തരം നാങ്കിങ് ഉടമ്പടി. ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത്? ഉത്തരം അയോർട്ട. ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത്? നമുക്കിവിടെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്. അതായത് രണ്ടാമത്തെ, നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാർ ആയിരുന്നു. മൂന്നാമത്തെ, അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ചോദ്യം സ്വതന്ത്ര ഭാരതത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി. അതായത് ഇതിൻ്റെ കാലയളവ് 1997 മുതൽ 2002 വരെ. ചോദ്യം ഗോദാൻ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം പ്രേംചന്ദ്. ഇത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ എന്നാണ്. ചോദ്യം ശരിയായവ ഏത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 4ഉം ശരിയാണ്. അതായത് ഒന്നാമത്തെ, മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. രണ്ടാമത്തെ, ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. മൂന്നാമത്തെ, കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. നാലാമത്തെ, മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ.